ഒരു മഹാവിജയമാണ്. ഒന്ന്, ഉമ്മൻചാണ്ടി സാർ ആരാണെന്ന് മരണാനന്തരം അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ്. രണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അധികാര പ്രയോഗങ്ങൾക്കും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരായിട്ടുള്ള കനത്ത ജനവിധിയാണിത്. മൂന്നാമത്തത്, ഈ പുതുപ്പള്ളിയിൽ എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്യാമോ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ അവർ നേതൃത്വം കൊടുത്തു. അതിനെതിരായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ സർഗാത്മകമായിട്ടുള്ള പ്രതികരണം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം കൂടെ നടന്നു. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാർ ഇപ്പോൾ പുതുപ്പള്ളിയിലെ കല്ലറയിൽ സുസ്മേരവദനായി ഇതൊക്കെ കാണുന്നുണ്ടാകും. അദ്ദേഹത്തെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടാണ് 2016 അവർ തെരഞ്ഞെടുപ്പിന് നേരിട്ട് വിജയിച്ചത്. 2021 ആ കേസ് അവർ CBIക്ക് കൈമാറിയാണ് അവർ വിജയിച്ചത്. അതിനെതിരായി മരണാനന്തരം ഉമ്മൻചാണ്ടി പ്രതിക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞത് ഈ ജനവിധി ഭരണത്തിൻ്റെ വിലയിരുത്തലാകും എന്നാണ് പറഞ്ഞത്. അത് ധാർമ്മിക ശേഷിയുള്ള ഒരു ഭരണകൂടമാണെങ്കിൽ, ഉത്തരവാദിത്തമുണ്ടെങ്കിൽ, പറഞ്ഞ വാക്കിനോട് വിലയുണ്ടെങ്കിൽ ഈ കനത്ത ജനവിധിയുടെ പശ്ചാത്തലത്തിൽ രാജിവെക്കേണ്ട ദിവസം ഇന്നാണെന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ്. മറുപടിയുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനും മക്കളും കുടുംബവും, മറുപടിയില്ലാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും, അതൊക്കെ സജീവമായി ചർച്ച ചെയ്തു. ജനാധിപത്യത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഇവിടെ ചർച്ച ചെയ്തല്ലോ. ചെറിയ തലത്തിലല്ലല്ലോ, വലിയ തലത്തിൽ ചർച്ച ചെയ്തല്ലോ. ആ ചർച്ച ചെയ്ത സന്ദർഭത്തിൽ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി നിരവധി വേദികളിൽ ഇവിടെ വന്നല്ലോ. ജനാധിപത്യ കേരളം ഉയർത്തിയ നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും അവർ മറുപടിയില്ലായിരുന്നു. മറുപടിയില്ലാത്ത മുഖ്യമന്ത്രിക്ക് മറുപടി ജനാധിപത്യ പ്രക്രിയയിലൂടെ പുതുപ്പള്ളി കൊടുത്തിരിക്കുകയാണ്. ഇത് ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കുന്നു. 2024 പ്രയാണത്തിലെ ആദ്യത്തെ ചവിട്ടുപടി, ഫൂട്ടിംഗ് സ്റ്റെപ്പായി ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. ഇത് കനത്ത ജനവിധിയുടെ പാഠം 2024 ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. തർക്കം വേണ്ട.